കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ നടത്തിയ പരാമർശം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജോസഫ് ടാജറ്റ്. പരാമർശം സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും അവഹേളിക്കുന്നതാണെന്നും ജോസഫ് ടാജറ്റ്. ജില്ലാ സെക്രട്ടറി ശ്രീ KV അബ്ദുൾ ഖാദറിന്റെ സുജിത്തിന്റെ ദൃശ്യങ്ങൾ, വിവാഹ ദൃശ്യങ്ങളൊക്കെ TV-യിൽ വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത്, അദ്ദേഹം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു സൗമ്യനായ നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നാണ് പറയാനുള്ളത്. മുഖ്യമന്ത്രി ചെടിച്ചട്ടി കൊണ്ടുള്ള അടി, ഹെൽമെറ്റ് കൊണ്ടുള്ള അടിയൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. ഒരു തരം അക്രമത്തിന് ആഹ്വാനം കൊടുക്കുകയായിരുന്നു. അതേ രീതിയിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇത്തരത്തിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കേസുകളെ കുറിച്ചെങ്കിലും പഠിക്കണം. രാഷ്ട്രീയമായി മുഖ്യമന്ത്രി മുതൽ താഴെയുള്ളവരെ വരെ അവരുടെ ഭാഗത്തെടുത്താൽ ആർക്കാണ് കേസുകളില്ലാത്തത്? പലരും അതിൽ കൊലക്കേസുകളിൽ പോലും പ്രതികളായിട്ടുള്ളവരുണ്ട്. പക്ഷെ രാഷ്ട്രീയമായുള്ള കേസുകൾ അതൊരു പ്രത്യേക കേസുകളാണ്. അത് അതേ രീതിയിൽ തന്നെ നോക്കിക്കാണണം. അത് വളരെ വില കുറഞ്ഞ രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ എന്നൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ഇദ്ദേഹം ഇവരുടെ പാർട്ടിയിലെ രീതികളാണ് പുറത്ത് വിളിച്ചു പറയുന്നത്. ഞങ്ങളൊക്കെ ജയിലിൽ പോയി കാണുന്നത്, പ്രതികളെ കാണുന്നത് റിമാൻഡിൽ കഴിയുന്ന രാഷ്ട്രീയമായി കേസുകളിൽപ്പെട്ടവരെയാണ്. ഇവർ കാണുന്നത് 51 വെട്ടുവെട്ടിയവരെയാണ്. അതിൻ്റെ ഒരു വ്യത്യാസമാവാം, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാകാം. അതുകൊണ്ട് കുറേയും കൂടെയൊക്കെ ശ്രദ്ധിച്ച, ഇതൊക്കെ ഒരു തരം ഒരു ഫോബിയയാണ്, പാരനോയിയ ഫോബിയ എന്നൊക്കെ പറയും. ഒരു തരം സംശയങ്ങൾ, പേടി, ഇതൊക്കെ പോലീസിനെതിരെയും സർക്കാരിനെതിരെയൊക്കെ പറയുമ്പോൾ എന്തുണ്ടാവും, അതിനൊക്കെ പ്രതിരോധിക്കാൻ എന്തു വേണമെങ്കിലും സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഇനിയെങ്കിലും കാര്യങ്ങൾ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തതിന് ശേഷം ചെയ്യണം. എന്തായാലും തികച്ചും ഇത് ഒരു അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, CPM നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അത് മൂടിവെക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ, ഇതൊക്കെ മൂടിവെക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്.